പലസ്തീനിയൻ ലിബറേഷൻ ആർമി എന്ന് പറഞ്ഞ യാസർ അറാഫത്തിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ എതിർത്തുകൊണ്ട് വന്ന ഒരു സംഘടനയായ ഹമാസ് ഈ കാലാകാലങ്ങളായിട്ട് തുടർന്നുകൊണ്ട് വരുന്ന ഈ ഒരു ആക്രമണം മൂലം പാലസ്തീനികൾക്ക് സ്ഥലം നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ. ഒരിക്കലും പാലസ്തീനികൾക്ക് സ്ഥലം തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇസ്രയേലിൽ ഇപ്പോൾ തത്സമയം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ ഒരു ഗ്ലോബൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് സംഭവിച്ചത്. അത് ശരിക്കും ലെബനാനിലെ ഫ്രഞ്ച് സ്ഥാപനമായ ടോട്ടൽ എനർജി ഗ്യാസ്, അത് ടോട്ടൽ എനർജി എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം, അത് ഓയിൽ ഗ്യാസ് ഡീൽ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ഇത് ഫ്രാൻസിൻ്റെ സ്ഥാപനമാണ്. അതിനെ ആടിച്ച് ചിഹ്നാഭിന്നമാക്കി അങ്ങ് തെറിപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ. ഇന്നലെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ഈ മാക്രോണിനൊക്കെ ഇതിന് ബെൽ ആവശ്യമുണ്ടെന്നുള്ളതാണ്. ലോകത്ത് ഒരുപാട് ആൾക്കാരുണ്ട് ഈ അഡ്വൈസുകളൊക്കെ കൊടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഡിപ്ലോമസി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. അല്ലാതെ ഒരു രാജ്യത്തിന് ഓപ്പണായിട്ട് കമൻസ് ചെയ്യുക. പിന്നെ പുള്ളി പറഞ്ഞത് ആംസ് എംബാർഗോ എന്നാണ്. അതായത് ഇസ്രയേലിന് ആയുധ സപ്ലൈ ചെയ്യുന്നത് നിർത്തുക എന്നുള്ളതാണ് പുള്ളി പറഞ്ഞത്. അത് ലോകമെമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങളും ഇത് ഫോളോ ചെയ്യണമെന്നാണ് പുള്ളി ആവശ്യപ്പെട്ടത്. പക്ഷെ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്നുള്ളത് എനിക്കറിയത്തില്ല. കാരണം ഈ ആംസ് എംബാർഗോ എന്ന് പറയുന്നത് ഇസ്രയേലിന് മാത്രം ബാധകമായിട്ടുള്ള കാര്യമല്ല, അത് ഇറാനും കൂടെ ബാധകമാകുന്ന കാര്യമാണ്. ഈ 7 ഫ്രണ്ട് വാറാണ് ഇസ്രയേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുമ്പോഴത്തേക്കും 7 ഫ്രണ്ട് വാറാണ്. അതിൽ 7 സൈഡിൽ നിന്നുള്ള അറ്റാക്കാണ് ഇസ്രയേൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇതിൻ്റെ പിന്നാമ്പറ കഥകളൊക്കെ വിടുക. പിന്നെ നമ്മുടെ കേരളത്തിൽ പിന്നെ ഇസ്രയേലിനും അതേപോലെ ഹമാസിനും എല്ലാം പിന്തുണയ്ക്കുന്ന 2 സൈഡിലുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഇതിൻ്റെ ഫാക്റ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഷിയ രാജ്യമായിട്ടുള്ള ഒരു ഇറാൻ എങ്ങനെയാണ് സുന്നി രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഷിയ സുന്നികൾക്ക് പ്രാഥമികമായിട്ട് ഈ ഷിയാക്കൾക്കും സുന്നികൾക്കുമുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രോഫറ്റ് മുഹമ്മദിനെ ചൊല്ലിയുള്ള പ്രശ്നമാണ്. ഈ പ്രോഫറ്റ് മുഹമ്മദിന് ശേഷം അവർക്ക് വന്ന ആ സഹാബികളിൽ വരുന്ന അവരുടെ ഫ്രണ്ട്സ്, അതായത് അബൂബക്കർ അൽ സിദ്ദിഖ്, അതേപോലെ ഉമർ ബിൻ അൽ ഖത്താബ്, ഉസ്മാൻ, ഇവരൊക്കെ അവരുടെ സഹാബികളാണ്. അതായത് അവരുടെ ഫ്രണ്ട്സുകളുടെ കൂട്ടത്തിൽ വരുന്ന ആൾക്കാരാണ് ഫ്രണ്ട്സ്. പിന്നെ പ്രവാചകൻ്റെ അനുയായികളായിട്ട് വരുന്ന ആൾക്കാരാണ്. അവരാണ് അതിനുശേഷം ഖലീഫയായിട്ട് ഈ പ്രവാചകൻ്റെ പൊളിറ്റിക്കൽ സൈഡിൽ വരുന്ന റോളിങ്ങിന് വേണ്ടിയിട്ട് കയറിയിരുന്ന് ഭരണം നടത്തിയ ആൾക്കാർ. ഇതിനോട് പ്രോഫറ്റ് മുഹമ്മദിൻ്റെ മോളായിട്ടുള്ള ഫാത്തിമയ്ക്കും ആ ഫാമിലി, അതായത് പ്രോഫറ്റ് മുഹമ്മദിൻ്റെ ഫാമിലിയിൽ വരുന്ന ആൾക്കാർക്ക് എതിർപ്പുണ്ടായിരുന്നു. അതാണ് ഇമാം അലി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫാത്തിമയുടെ ഹസ്ബൻഡായിട്ടുള്ള അലി, ഇമാം അലി, പുള്ളിയെ അംഗീകരിക്കാൻ ഇവർ തയ്യാറായില്ല എന്നുള്ളതിലാണ്, അവിടെയാണ് പ്രശ്നം. അപ്പോൾ അടുത്തൊരു പ്രവാചകത്വം കൂടെ ഷിയ മുസ്ലിംസുകൾ കൽപ്പിക്കുന്നുണ്ട്. അതാണ് ഇമാം അലി എന്ന് പറയുന്ന ഈ ഫാത്തിമയുടെ ഹസ്ബൻഡ് അഥവാ പ്രോഫറ്റ് മുഹമ്മദിൻ്റെ മരുമോൻ. പുള്ളി ശരിക്കും അംഗീകരിക്കപ്പെടാത്തതിൻ്റെ ബുദ്ധിമുട്ടാണ് ഷിയാക്കൾക്കുള്ളത്, അവരോടുള്ള എതിർപ്പാണ് സുന്നികൾക്കുള്ളത്. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഷിയ സുന്നി പ്രശ്നത്തിൻ്റെ കാരണം. പിന്നെ കുറേ അവർ അതിനെ ചൊല്ലി കുറച്ച് തർക്കങ്ങൾ, അതായത് മുഹമ്മദ് നബി പറഞ്ഞത് ഇങ്ങനെയല്ല അങ്ങനെയാണ്, പിന്നെ ഹദീസുകൾ ഇങ്ങനെയല്ല അങ്ങനെയാണെന്ന തർക്കമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത്. അതിനോടനുബന്ധിച്ച് ബേസിക് ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്, കുടുംബ പാരമ്പര്യം നിലനിർത്താൻ പറ്റിയില്ല എന്നുള്ളൊരു പ്രശ്നമാണ് അതിനകത്ത് വരുന്നത്. പിന്നെ അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ് ഈ കണ്ട കാലങ്ങൾ മൊത്തം 1400 വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവർ തമ്മിൽ ബദ്ധശത്രുക്കളാണ്, ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളാണ്. ഇവരൊരിക്കലും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യത്തില്ല. ഇപ്പം ആയത്തുള്ള ഖൊമൈനി നല്ല രീതിയിലുള്ള ട്വീറ്റുകൾ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ട്വീറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് രാജ്യങ്ങളെല്ലാം ഒന്നുകൂടണം. എന്നിട്ട് എന്താണ് ഈ ഇസ്രായേലിനെ അടിക്കാൻ ഇവരുടെ ശത്രുവാണ് ഈ ജൂവിഷ് എന്ന് പറയുന്നത്. അത് അവരുടെ സ്ക്രിപ്ചറുകളിൽ തന്നെ പറയപ്പെടുന്ന കാര്യമാണ്. അവരുടെ എഴുതി വെച്ചിരിക്കുന്ന ശത്രുവാണ് ഈ യഹൂദന്മാർ. അപ്പോൾ യഹൂദന്മാരെ അടിച്ച് നശിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്രയും പ്രോക്സികൾ. അപ്പോൾ ഇത് ഒരു സെയിം ടൈം ഇവർക്കൊരു പൊളിറ്റിക്കലും അതേസമയം സ്ഥലത്തിന് വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധമും, അതേസമയം ഇവർക്ക് റിലീജിയസിന് വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധമും കൂടിയാണ്. അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ നിരുപാധികം ഈ ഒരു ആശയത്തിനെ പിന്തുണച്ച് മുന്നോട്ട് നിൽക്കുന്നത്. ഈ കേരളത്തിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കും ഇതേ മാനസികാവസ്ഥ തന്നെയായിരിക്കും. ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അത് ഈ ഹമാസ് പോലത്തെ ടെറർ സംഘടനകളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതേ മാനസികാവസ്ഥയായിരിക്കും. കേരളത്തിൽ ഒരുപാട് സാധാരണ മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്കൊന്നും ഈ ചരിത്രമോ ഈ കഥയോ ഇതിനെക്കുറിച്ചുള്ള ഒരു കാര്യവും അവർക്ക് അറിയത്തില്ല. അവർക്ക് ഇസ്ലാം കാര്യം, ഈമാൻ കാര്യം എന്ന് പറയുന്ന 4-5 കാര്യങ്ങൾ വിശ്വസിച്ച് പോകുന്ന ആൾക്കാരാണ്. അവർ ഡേ ടു ഡേ ലൈഫിൽ അവർ പ്രാർത്ഥിക്കും, അവരുടെ കാര്യങ്ങളൊക്കെ അവർ നോക്കും, പോകും. ആ ആൾക്കാർക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഇത് പൊളിറ്റിക്കലായിട്ട് കൂടുതൽ മോണിറ്റർ ചെയ്യുന്ന ഇതുപോലത്തെ പ്രസ്ഥാനങ്ങളിൽ വിശ്വസിക്കുന്ന ആൾക്കാർ മാത്രം കൊണ്ടു നടക്കുന്ന ഒരു ആശയമാണ് ഈ ഹമാസിനെയൊക്കെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഗ്ലോബലി ഒറ്റൊരു രാജ്യമേ ഉള്ളൂ യഹൂദന്മാർക്ക്, അത് ഇസ്രായേലാണ്. അത് ഏത് രീതിയിൽ അത് സ്ഥാപിച്ചു എന്നുള്ളതിൽ
പല രീതിയിലുള്ള കാഴ്ചപ്പാടുകളുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കാഴ്ചപ്പാടാവാം, അതിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ മോഡേൺ ഡേയ്സിൽ നമ്മൾ എത്തി നിൽക്കുന്നത് 2 സ്റ്റേറ്റ് തിയറിയാണ്. ഇസ്രായേൽക്ക് ഇസ്രായേലിൻ്റെ സ്ഥലം, പാലസ്തീനുകൾക്ക് പാലസ്തീൻ്റെ സ്ഥലം, അതാണ് പറഞ്ഞു വരുന്നതും. അങ്ങനെയാണ് UN റെസൊല്യൂഷൻ യാസർ അറാഫത്ത് ഒപ്പിട്ടത് കേട്ടോ. യാസർ അറാഫത്ത് എന്ന് പറഞ്ഞ പാലസ്തീനികളുടെ നേതാവായിട്ടുള്ള ആൾ ഒപ്പിട്ടത്. ആ യാസർ അറാഫത്തിനെ എതിർത്ത ആൾക്കാരാണ് ഈ ഹമാസ്. നീ എന്തുകൊണ്ട് പാലസ്തീനികളുടെ സ്ഥലം ഇസ്രയേൽ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടാക്കാൻ 2 സ്റ്റേറ്റ് തിയറിയെ നീ എന്തുകൊണ്ട് അംഗീകരിച്ചു എന്ന് പറഞ്ഞ് പാലസ്തീനിയൻ ലിബറേഷൻ ആർമി രൂപീകരിച്ച യാസർ അറാഫത്ത് എന്ന് പറഞ്ഞ ഇവരുടെ ആദ്യത്തെ ലീഡറിനെ എതിർത്ത ആൾക്കാരാണ് ഈ ഹമാസ്. ഇവർക്ക് 2 സ്റ്റേറ്റ് തിയറിയിൽ ഇവർ വിശ്വസിക്കുന്നില്ല. തന്നെ ഈ ഹമാസിന്റെ ഫൗണ്ടേഷൻ സ്ക്രിപ്ചറിൽ തന്നെ ഇവർ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് ഇസ്രയേലിനെ അംഗീകരിക്കുന്ന യാതൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ഇവർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 2 സ്റ്റേറ്റ് തിയറി എന്ന് പറഞ്ഞ് ഈ UN ഒക്കെ നടപ്പാക്കാൻ ഒരുങ്ങുന്ന റെസൊല്യൂഷൻ ഇല്ലേ, അതൊക്കെ വെറുതെയാണ്. ഇപ്പം മാക്രോണിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മാക്രോണിന് ചുട്ട മറുപടിയാണ് ബെഞ്ചമിൻ നെതന്യാഹു കൊടുത്തിരിക്കുന്നത്. മാക്രോൺ ഇസ്രയേലിന് ആയുധം സപ്ലൈ ചെയ്യരുതെന്ന് പറയുന്നതിന്റെ വസ്തുത എന്താണ്? എന്നാൽ ഇറാനിന് ആയുധം സപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരമില്ല. അപ്പം നിങ്ങൾക്ക് ഷെയിം ഓൺ യു എന്നാണ് പറഞ്ഞത്, ഷെയിം ഓൺ യു മാക്രോൺ എന്നാണ് പറഞ്ഞത് ബെഞ്ചമിൻ നെതന്യാഹു. അത്ര എഫക്റ്റീവായിട്ടാണ് സംസാരിച്ചത്. ഇമാതിരി സംസാരിക്കുന്ന ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്ലോബലി തന്നെ ആദ്യമായിരിക്കും എന്നാണ് പറയാനുള്ളത്. ബെഞ്ചമിൻ നെതന്യാഹു വളരെ ക്വിക്കായിട്ടാണ് ആ വീഡിയോ ഇട്ടത്, അപ്പം തന്നെ മറുപടി കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഇന്നലെ രാത്രി തന്നെ ഈ കാരണം ഇമ്മാനുവൽ മെക്രോണിന് ഇപ്പം ഈ യുദ്ധം തുടങ്ങിയിട്ട് 1 വർഷത്തിലേറെയായി, അന്നൊന്നും മെക്രോണിനെ കണ്ടില്ല. മെക്രോൺ ഇപ്പോൾ പൊള്ളാനുള്ള കാരണം ലെബനാനിൽ കയറി ഇസ്രയേൽ താറുമാറായിട്ട് അടിച്ചു കളഞ്ഞു. ഇന്നലെ ഈ ലെബനാൻ യുദ്ധം തുടങ്ങിയിട്ട് ഇസ്രയേലിൻ്റെ ഈ ലെബനാൻ പിന്നെ അറ്റാക്ക് തുടങ്ങിയിട്ട് സദൻ ലെബനാൻ ആൻഡ് ബെയ്റൂത്താണ് കൃത്യമായി ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നത്. അതിൽ ഈ വാർ തുടങ്ങിയിട്ട് ഏതാണ്ട് 12 ലക്ഷം ആൾക്കാർ അവിടെ നിന്ന് പലായനം ചെയ്തിട്ടുണ്ട് ലെബനാനിൽ നിന്ന്. 1.2 മില്യൺ, ഏതാണ്ട് 2000 ആൾക്കാരിലേറെ അവിടെ മരണപ്പെട്ടിട്ടുണ്ട്. 10,000-ലധികം ആൾക്കാർ ഇഞ്ചൂർഡ് ആയിട്ടുണ്ട്. ഇതൊന്നും മെക്രോണെ ബാധിക്കുന്ന വിഷയമല്ല. മെക്രോണിന് പൊള്ളിയത് അവിടെ ഒരുപാട് കാര്യങ്ങളിൽ ഈ ഫ്രഞ്ച് ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ലെബനാനിൽ. ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു $multi-billion റവന്യൂ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ടോട്ടൽ എനർജി ഗ്യാസിൻ്റെ കമ്പനി. അത് ഫ്രഞ്ച് കമ്പനിയാണ്. അതിനെ അടിച്ച് താറുമാറായിട്ട് തൂത്തെറിഞ്ഞ് കളഞ്ഞ്. ഇപ്പോൾ മാക്രോണ് നല്ല രീതിയിലുള്ള ഹാപ്പി കിട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് ഇന്ന് രാവിലെ മാക്രോൺ കൂടുതലായിട്ട് വരുന്നതുണ്ടായിരുന്നു. അവിടെ എന്തോ പിന്നെ ഫ്രഞ്ച് സംസാരിക്കുന്ന ലിംഗ്വിസ്റ്റിക് ആൾക്കാരെ കൊണ്ട് അവിടെ ക്യാമ്പയിൻ നടത്താൻ പോകുന്നോ മീറ്റിംഗ് നടത്താൻ പോകുന്നോ എന്തൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അതായത് 7 സൈഡിൽ നിന്നുള്ള അറ്റാക്ക്. ഇസ്രായേൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് 7 സൈഡ് അറ്റാക്ക് എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കി ഗാസയിൽ നിന്ന് അറ്റാക്ക്, വെസ്റ്റ് ബാങ്കിൽ നിന്ന് അറ്റാക്ക്, ലെബനാനിൽ നിന്ന് അറ്റാക്ക്, ഇറാൻ ഒരു സൈഡിൽ നിന്ന് അറ്റാക്ക്, ഹൂത്തീസിൻ്റെ അറ്റാക്ക്, ഇറാഖിൻ്റെ സൈഡിൽ നിന്ന് അറ്റാക്ക്, സിറിയ അറ്റാക്ക്. നമുക്ക് ഇത്ര 7 ഫ്രണ്ട് വാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രയേൽ. ഇതിൻ്റെ ഇടയ്ക്ക് ഇസ്രയേലിൻ്റെ ഉള്ളിൽ എപ്പോഴെപ്പോഴും സൈറൻ കേൾക്കും ഈ ഇവന്മാർ അടിക്കുന്ന മിസൈൽ കൊണ്ട്. അവിടുത്തെ ആൾക്കാർക്കാണെങ്കിൽ ജീവിക്കാൻ നിവൃത്തിയില്ല. അവർ എപ്പോഴെപ്പോഴും ഈ ബങ്കറിനുള്ളിൽ ഓടി ഒളിക്കാനാണ് അവർക്ക് സമയം. കാരണം അമ്മാതിരിയാണ് ഇവന്മാർ മാറി അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹൂത്തികൾ കുറച്ച് അടങ്ങിയിട്ടുണ്ട്. കാരണം അവർക്ക് ഇസ്രയേൽ കഴിഞ്ഞ 2 ദിവസത്തിൽ കൊടുത്ത അടിയിൽ അവർക്ക് തിരിച്ച് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ നിങ്ങൾ നോക്കിക്കോ, ഈ ലീഡർമാർ ഒരുത്തമാരെയും കാണാനില്ല എന്നുള്ളതാണ്. ഈ യഹിയ സിൻവർ എന്ന് പറഞ്ഞ ആളിനെ ഇതുവരെ കാണാൻ കിട്ടിയിട്ടില്ല. മാസങ്ങളായി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തന്നെ അറിയത്തില്ല. അതേപോലെ ലെബനാനിൽ ഹിസ്ബുള്ളയുടെ പുതിയ ലീഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആളിനെ കുറിച്ചും ഒരു അനക്കമില്ല എന്നുള്ളതാണ്. അയാളെക്കുറിച്ചും ഒരു അനക്കമില്ല. എവിടെയാണ്, ഏത് രീതിയിലാണ്, ഇരിപ്പുണ്ടോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. അതുപോലെ തന്നെ ഇപ്പം ആയത്തുള്ള ഖമേനി മാത്രമാണ് ഇപ്പം പുള്ളിയാണോ ഡയറക്റ്റ് ഇടുന്നത് അല്ലെങ്കിൽ പുള്ളിയുടെ അഡ്മിനെ വെച്ചുകൊണ്ട് വല്ലതും ട്വീറ്റ് ഇടുന്നതാണ് അറിയത്തില്ല. ട്വീറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിക് ജനങ്ങൾ ഒന്നിക്കുക എന്ന് പറഞ്ഞത്. കാരണം പേടി എവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. പിന്നെ എന്തുകൊണ്ട് ഇത്രയും പ്രോക്സികൾ ഉണ്ടാക്കുന്നത്? ന്യായമായി ചെയ്താൽ പോരെ. കാരണം ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിനെ ലെബനാനിലൂടെ കൃത്യമായി തിരിച്ചടി എന്ന് പറഞ്ഞാൽ ഇമ്മാതിരിയുള്ള അടിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ലെബനാനിൽ ഇരിക്കുന്നത് മൊത്തം ഇറാൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുകളാണ്. ഇറാൻ്റെ ഇല്ലീഗലായിട്ടുള്ള ട്രേഡ്, അതായത് ഈ US-ൻ്റെ സാങ്ഷൻസിനെ തുടർന്ന് ഇറാന് ഓപ്പണായിട്ട് ചെയ്യാൻ പറ്റാത്ത എല്ലാ ബിസിനസ്സുകളും അവർ നടത്തിക്കൊണ്ടിരുന്നത് ലെബനാൻ വഴിയാണ്. അതിനാണ് ഇപ്പം നല്ല രീതിയിലുള്ള ആഘാതം ഏർപ്പെട്ടിരിക്കുന്നത്. ഇത് കൃത്യമായി ടാർഗറ്റഡ് ആയിട്ടുള്ള അറ്റാക്കാണ്. ഇതിലുപരിയായിട്ട് അനീസി എന്ന് പറഞ്ഞ ഒരു പുതിയ പ്രിസൈസീവ്, അതായത് ഹിസ്ബുള്ളയുടെ പിന്നെ പ്രിസൈസ് അറ്റാക്ക് നടത്താൻ കേപ്പബിലിറ്റിയുള്ള ഒരു കമാൻഡോ അനീസി എന്ന് പറഞ്ഞ ആളിനെ പിന്നെ ഇസ്രയേൽ വധിച്ചിട്ടുണ്ട്. എലിമിനേറ്റഡ് എന്നാണ് അവർ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അവരുടെ ഒഫീഷ്യൽ പോർട്ടലിൽ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. ഇറാൻ്റെ ഇലാനി എന്ന് പറഞ്ഞ ഒരു IRDF-ൻ്റെ, അതായത് ഇറാനിയൻ റവല്യൂഷണറി ഫ്രണ്ടിൻ്റെ ഒരു ക്വാഡ് മെമ്പർ, അയാളൊരു കമാൻഡോ പവറുള്ള ആളാണ്. അതായത് സുലൈമാനി എന്ന് പറഞ്ഞ പണ്ട് ഇരുന്ന ആളിന് പകരം ഉണ്ടായിരുന്ന ഒരാളാണ്. പുള്ളി ഇതുവരെ ഒരു വിവരവുമില്ല. അവസാനം ഇയാളുടെ ലൊക്കേഷൻ ഡിറ്റക്ട് ചെയ്തിരിക്കുന്നത് ലെബനാനാണ്. അപ്പോൾ അവിടെ അത് ഇസ്രയേൽ ഓൾറെഡി ടാർഗറ്റഡ് പിന്നെ അറ്റാക്ക് ചെയ്തു എന്നാണ് അറിയപ്പെടുന്നത്. അതിനിപ്പോൾ അതിൻ്റെ സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. അത് വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല എന്നുള്ളത്. പിന്നെ ഇസ്രയേൽ അടിച്ചിടുന്ന ഇസ്രയേൽ ലെബനാനിൽ അറ്റാക്ക് ചെയ്തിടുന്ന അത്രയും ബിൽഡിങ്ങുകളെയും
ഒരു ഡെബ്രീസ് റിമൂവ് ചെയ്യാനോ ഇവാക്യുവേഷൻസിനോ അല്ലെങ്കിൽ അവിടെ പോയി ബിൽഡിങ്സ് ഒന്ന് അങ്ങ് പൊടി തട്ടി എടുക്കാനോ ഉള്ള ഒരു ശ്രമവും ഒരു രക്ഷാപ്രവർത്തനം അവിടെ ചെയ്യാൻ പാടില്ല. ഞങ്ങൾ കൃത്യമായിട്ട് ടെററിസ്റ്റുകളെ കണ്ട് ടാർഗറ്റ് അറ്റാക്കാണ് നടത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവിടെ പോയി ഒന്നും തോണ്ടാനും പിടിക്കാനും പാടില്ല എന്ന് പറഞ്ഞ് ലെബനാൻ ഗവൺമെന്റിന് ഇസ്രായേൽ വാൺ ചെയ്തിട്ടുണ്ട്. അത് ലെബനാൻ ഒബ്സർവും ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ പൊട്ടിക്കിടക്കുന്നതിലൊന്നും ഇപ്പോൾ ലെബനാൻ ഗവൺമെന്റ് അവിടെ ഒന്നും ഒരു ഡെബ്രീസ് റിമൂവലിനും പോകുന്നില്ല എന്നുള്ളതാണ്. ഈ ഡെബ്രീസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, ഇടിപാടുകൾ. ആ ഇടിപാടുകളായിട്ട് പൊട്ടിക്കിടക്കുന്ന ഈ കെട്ടിടങ്ങളൊന്നും മാറ്റാനോ പിടിക്കാനോ ഒന്നും പോരുന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ യഹിയ സിൻവറിനെ കുറിച്ചൊരു വിവരമില്ല, ഈ ഇറാൻ്റെ IRDCയുടെ ഇറാനിയെക്കുറിച്ചൊരു വിവരമില്ല, അതേപോലെ ഈ അനീസി എന്ന് പറഞ്ഞ ഈ ഒരു പിന്നെ പ്രിസൈസ് അറ്റാക്ക് നടത്തുന്ന ഹിസ്ബുള്ളയുടെ ആളിനെ കുറിച്ച് ഒരു അനക്കവുമില്ല. പിന്നെ പുതിയതായിട്ട് ഇവർ നിയമിക്കാൻ പോകുന്ന ഹിസ്ബുള്ളയുടെ ലീഡറിനെ കുറിച്ച് ഒരു അനക്കവുമില്ല. ഇപ്പം ഇവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല. പിന്നെ ഇപ്പം കിടന്നുകൊണ്ട് നമ്മൾ ഒന്നിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഇസ്ലാമിക് രാജ്യങ്ങൾ തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ 3 ദിവസത്തിന് മുമ്പ് ഖത്തറിൽ വെച്ചൊരു മീറ്റിംഗ് നടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൃത്യമായിട്ട് പക്ഷേ പകുതി മുക്കാൽ രാജ്യങ്ങൾ ഞങ്ങൾ ന്യൂട്രൽ നിലപാടാണ് എടുക്കുന്നത് പറഞ്ഞത്. പക്ഷേ കുറച്ച് രാജ്യങ്ങൾ, അതായത് ഈ തുർക്കി, ഇറാഖ് അതേപോലത്തെ കുറച്ച് രാജ്യങ്ങളൊക്കെ ഇറാൻ്റെ ഒപ്പം നിൽക്കാമെന്നുള്ള സമ്മതിച്ചിട്ടുണ്ട്. റഷ്യ ഒരു ന്യൂട്രൽ മൈൻഡാണ്. അവർ ഇറാൻ്റെ ഒപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞാലും അവർ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ആകത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഇപ്പം ആയത്തുള്ള ഖൊമൈനി നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് പിന്നെ യൂണിറ്റി വേണം എന്ന് പറഞ്ഞ് ട്വീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ട്വീറ്റോടെ ടാഗ് ചെയ്യാൻ നിങ്ങൾ നോക്കിയാൽ മതി എന്താണ് എഴുതിയിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് വിളിക്കുകയാണ്. ഇസ്രായേൽ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ, ന്യൂക്ലിയർ പ്രോജക്റ്റുകൾ, അതേപോലെ ഓയിൽ എണ്ണപ്പാടങ്ങൾ, ഓയിൽ ടെർമിനൽസ്, ഇതിനെയൊക്കെ അറ്റാക്ക് ചെയ്യാനാണ് ഇസ്രായേൽ കൂടുതൽ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് ഇതേപോലത്തെ ഈ ബൈഡൻ, ഇതേപോലെ മാക്രോൺ, ഇവരുടെയൊക്കെ കാരണം കൊണ്ടാണ് ഇത് തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ട്രംപ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നീ ഇറാൻ്റെ ന്യൂക്ലിയർ സ്റ്റേഷനുകൾ മൊത്തം അടിക്കണം, അതിനുശേഷം എന്താണ് വരുന്നത് നോക്കാം എന്നുള്ള രീതിയിലാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അവിടെ ട്രംപാണ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുവരെ അടിച്ച് പൊടി പറത്തിയേനെ. അപ്പോൾ ഇതാണ് നിലവിലെ അവസ്ഥ. ഇപ്പോൾ ഈ മാക്രോൺ എന്ന് പറഞ്ഞ ആൾക്ക് പിന്നെ ഇറാൻ്റെ സൈഡിൽ നിന്ന് പോകുന്ന പിന്നെ ആയുധങ്ങളെ തടയണ്ട, ഇറാൻ സപ്ലൈ ചെയ്യുന്ന ആയുധങ്ങൾ തന്നെ. ഇറാൻ ഇപ്പോൾ പെട്ടിരിക്കുന്നത് പറഞ്ഞാൽ ഇറാനിൽ നിന്ന് ഒരു ഫ്ലൈറ്റും കൂടെ ടേക്ക് ഓഫ് ചെയ്ത്, ഇവരുടെ കാർഗോ ഷിപ്പ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് ഇവർക്ക് സിറിയയിലോ അല്ലെങ്കിൽ ഇറാഖിലോ ഒന്നും എത്തിക്കാൻ പറ്റുന്നില്ല. അത് പെട്ടിരിക്കുകയാണ്. ഒരു സൈഡിലെ ഈ ഓയിൽ ടെർമിനൽസിൽ നിന്നുള്ള ഷിപ്പുകൾ, ഞാൻ പറഞ്ഞ പോലെ വെരി ലാർജ് ക്രൂഡ് കാരിയേഴ്സ് ആയിട്ടുള്ള കാരിയേഴ്സുകൾ തൊട്ട് എല്ലാ കാരിയേഴ്സും അവിടെ നിന്ന് മാറിയിരിക്കുകയാണ് ഈ എണ്ണപ്പാടങ്ങളിൽ നിന്ന്. അവിടെയൊക്കെ പ്രിന്റ് ഓഫ് സൈലന്റിൽ ഒരു മൂവ്മെന്റ്സ് ഇല്ലാതെ നിർത്തി വെച്ചിരിക്കുകയാണ്. ഇസ്രായേലിനെ പേടിച്ചിട്ട് അവരവിടെ ഓപ്പറേഷൻസ് ഒക്കെ ഷട്ട് ഡൗൺ ചെയ്ത് വെച്ചിരിക്കുന്ന അവസ്ഥയാണ്. ഈ ഒരു അവസ്ഥയിലാണ് ഇറാൻ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന, അതായത് രണ്ട് സൈഡിലുള്ള സപ്പോർട്ടേഴ്സ് ഉണ്ട്. ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, കൃത്യമായിട്ടുള്ള ഫാക്റ്റ് നോക്കിയിട്ടാണ് പറയുന്നത്. നിലവിലെ അവസ്ഥ ഇതാണ്. ഈ ഞാൻ ഒറ്റൊരു ചോദ്യം വരാൻ ചോദിക്കാനുള്ളൂ. ഈ കണ്ട കാലയളവ് മൊത്തം ഈ പാലസ്തീൻ എന്ന് പറഞ്ഞ ആ 2 സ്റ്റേറ്റ് തിയറിയിൽ പാലസ്തീൻ്റെ സ്ഥലങ്ങളെ മൊത്തം നഷ്ടപ്പെട്ടത് വിറ്റ് തൊലച്ചിട്ടാണ്. അതായത് യഹൂദന്മാർക്ക് വിറ്റിട്ടാണ് ഈ സ്ഥലം നഷ്ടപ്പെട്ടത്. ഒന്നാമത്തെ കാര്യം, വിറ്റിട്ട് പൈസയും മേടിച്ച് വിറ്റിട്ട് അവസാനം പിന്നെ വന്നിട്ട് നമുക്ക് സ്ഥലം വേണം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഇസ്രായേൽ കൃത്യമായി ടാർഗറ്റ് വെച്ചിട്ട് പൈസ കൊടുത്ത് സ്ഥലങ്ങൾ മേടിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ജൂവിഷ് സെറ്റിൽമെൻറ്റുകൾ, ഇവരുടെ കുടിയിരിപ്പ് വാസസ്ഥലങ്ങളുടെ ഇടയിൽ ഉണ്ടായത്. അതിൻ്റെയൊക്കെ ചരിത്രം വേറെ വലുതായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഇത് ഇപ്പം വന്നിട്ട് ഇത് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എന്നുള്ളതാണ്. പിന്നെ ഈ ഹമാസ് പോലത്തെ സംഘടന, അതായത് പാലസ്തീനിയൻ ലിബറേഷൻ ആർമി എന്ന് പറഞ്ഞ യാസർ അറാഫത്തിൻ്റെ ആ ഒരു പിന്നെ സ്റ്റേറ്റ്മെൻറ്റിനെ എതിർത്തുകൊണ്ട് വന്ന ഒരു സംഘടനയായ ഹമാസ് ഈ കാലാകാലങ്ങളായിട്ട് തുടർന്നുകൊണ്ട് വരുന്ന ഈ ഒരു ആക്രമണം മൂലം പാലസ്തീനികൾക്ക് സ്ഥലം നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ. ഒരിക്കലും പാലസ്തീനികൾക്ക് സ്ഥലം തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ എന്തിനാണ് വീണ്ടും പോയി ചൊറിയാൻ നിൽക്കുന്നത്? ഇതാണ് എനിക്കറിയാത്തത്. ഈ സുന്നികളെയും ഷിയാക്കളെയും പറഞ്ഞ് തമ്മിൽ തെറ്റിച്ചുകൊണ്ട് ഇവർ കുറച്ചു കാലം സപ്പോർട്ട് ചെയ്യും, അവർ കുറച്ചു കാലം സപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് ഇത് ഇവർ രണ്ടുപേരുടെയും പൊളിറ്റിക്സ് ആണ്. അല്ലാതെ ഇതിൽ പാലസ്തീനിയൻ ജനങ്ങൾക്ക് ഒരു നേട്ടം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യമാണ്. ഈ ഷിയ സെക്ടറിലുള്ള കൺട്രീസിനും സുന്നി സെക്ടറിലുള്ള കൺട്രീസിനും കാലാകാലങ്ങളായിട്ട് മുതലെടുപ്പ് നടത്താനുള്ള ഒരു ഉപകരണം മാത്രമാണ് ഈ പാലസ്തീൻ ജനത. പിന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പള്ളിയാണോ അമ്പലമാണോ സിനഗോഗാണോ വേണ്ടെന്നുണ്ടെങ്കിൽ അത് പണ്ടേ ഇസ്രായേലിനാവായിരുന്നല്ലോ. ആ സ്ഥലം മൊത്തം അടിച്ചങ്ങ് വേലി കെട്ടി അവർക്ക് വേണ്ട സിനഗോഗോ എന്തായാലും പണിതാൽ പോരെ. അപ്പോൾ ഇത് കൃത്യമായി തലയ്ക്കകത്ത് ആൾതാമസം ഉണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിപ്പം ഈ ജനങ്ങൾ മൊത്തം അവിടെ പാലസ്തീനികളൊന്നും ഇല്ലാതെ ഇപ്പം വെസ്റ്റേൺ ഗാസ മൊത്തം empty ആയി, അവിടെ ഇസ്രായേൽ വിക്ടറി ആയി. അതുപോലെ നോർത്തേൺ ലെബനാൻ മൊത്തം തൂത്ത് ഉടച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ഭാഗികമായിട്ട് ലെബനാനിലും ഗാസയിലും ഒരു 50% വിക്ടറിയാണ്. ഇനി ഇന്ന് വീണ്ടും ശക്തമായി ലെബനാനിലും ഗാസയിലും അറ്റാക്ക് നടക്കും, ഉറപ്പാണ്. ഇത് രണ്ടും തൂത്ത് പറക്കി മൂലയിലാക്കിയിട്ടാണ് ഹൂതീസിനെയും ഇറാനെയും നേരിടാൻ വേണ്ടി റെഡി ആവുന്നത് ഇസ്രായേൽ. അപ്പോൾ ഏതായാലും ഗെറ്റ് റെഡി ഫോർ ദാറ്റ്. ഞാനെന്തായാലും ഈ വീഡിയോ ഇത്രയാണ് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ പുതിയ അപ്ഡേറ്റ്സുകളുമായിട്ട് വരാം. അപ്പോൾ തുടർന്ന് നിങ്ങൾ വീഡിയോ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.